ഹായ്, ഇന്ന് നമ്മളൊരു ഓർഡറിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഈ ഓർഡർ തന്നിട്ടുള്ളത് കോട്ടയത്തു നിന്നൊരു ജിൻസി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ചുട്ടി വരുന്ന ഒരു നെക്ലേസും അതിന് പെയർ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള രണ്ട് ഇയറിങ്സും ആണ് വർക്ക്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്താലോ. മിക്സഡ് കളറിലാണ് കേട്ടോ വരുന്നത്. ഇയറിങ് വരുന്നത് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. റെഡ്, ഗ്രീൻ, യെല്ലോ. സെൻട്രലായിട്ട് വൈറ്റ് റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ് വെച്ചിട്ടുള്ളത്. ലീഫായിട്ടാണ് ഈ 3 കളേഴ്സ് മിക്സ് ചെയ്ത്, റെഡും ഗ്രീനും യെല്ലോയും 3 കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം 6 സ്റ്റോൺസ് വെച്ചപ്പോഴാണ് അതിൽ നമുക്ക് റൗണ്ട് ഫില്ലായിട്ടുള്ളത്. നമ്മുടെ ഒരു സ്റ്റഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു ഹാങ്ങിങ്സ് കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മളത് ഉണങ്ങാൻ വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐപ്പിന് കണക്ട് ചെയ്യാൻ പോവാണ്. ഐപ്പിന് കണക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഉണങ്ങാൻ വെച്ചു. ഐപ്പിനും നമ്മുടെ കാതിലിടുന്ന ആ ഒരു ഇത് നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനകത്തൊരു യെല്ലോ കളറിലുള്ളൊരു ഹാങ്ങിങ് ബീഡ് കൂടെ വരുന്നുണ്ട്. ചേച്ചി ഒരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ട് നമ്മൾ ആ പിക്ക് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിനകത്ത് ഒരു വലിയ രണ്ട് കുഞ്ഞ് വൈറ്റ് ബീഡ്സും ഹാങ്ങിങ് ബീഡ്സും അതേപോലെ ഒരു യെല്ലോ ബീഡ്സും കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഒരു ചുട്ടി വരുന്നത്, നെക്ലേസിൻ്റെ മാലയുടെ ചുട്ടി വരുന്നത് ഇതാണ്. ഇതിനകത്ത് നമ്മൾ ഐപ്പിന് കണക്ട് ചെയ്തിട്ട് വൈറ്റ് കളർ കുഞ്ഞ് ബീഡ്സ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം 5 ലെയറിലായിട്ടാണ് ഇതിനകത്ത് വൈറ്റ് ബീഡ്സ് ഹാങ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഗിയർ വയർ കണക്ട് ചെയ്തു. 2 ഗോൾഡ് ബബിൾസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റത്തായിട്ട് 2 ഗോൾഡ് ബബിൾസ് കൂടി ഇട്ടിട്ടുണ്ട്. അടുത്ത നമ്മൾ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും ആയിട്ട് ചെയിനും പിന്നെ അതിൻ്റെ ക്ലിപ്പും വെച്ച് നമ്മൾ നെക്ലേസും കമ്മലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു നെക്ലേസും ഇയറിങ്സും വേണമെന്നാണ് ചേച്ചിയുടെ അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.